ആഘോഷമാക്കി ലോക രാജ്യങ്ങളും. മാക്രോൺ മുതൽ പുടിൻ വരെയുള്ള നേതാക്കളാണ് ആശംസകളുമായി രംഗത്തെത്തിയത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകരാജ്യങ്ങൾക്കിടയിൽ പടുത്തുയർത്തിയ ബന്ധങ്ങൾ എത്രയധികം വിലമതിക്കുന്നു എന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു രാജ്യങ്ങൾക്കുള്ളിൽ ഇന്ത്യയുടെ സ്വാധീനം വിലമതിക്കാനാകാത്തതാണ്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ലോക നേതാക്കളുടെ ഈ ആശംസാ പ്രവാഹം. ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യ ദിനത്തിൽ ആശംസകൾ നേർന്നതിന് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച നന്ദി പറഞ്ഞു. എക്സിലെ ഒരു പോസ്റ്റിൽ പ്രധാനമന്ത്രി മോദി ഇന്ത്യയുടെ ഇസ്രായേലുമായുള്ള സൗഹൃദത്തിന്റെ മൂല്യം അടിവരയിടുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തു. പ്രസിഡന്റ് ഹെർസോഗ്, നിങ്ങളുടെ ഊഷ്മളമായ ആശംസകൾക്ക് നന്ദി. ഇസ്രായേലുമായുള്ള സൗഹൃദത്തെ ഇന്ത്യ വളരെയധികം വിലമതിക്കുന്നു. നമ്മുടെ ജനങ്ങളുടെ പ്രയോജനത്തിനായി നമ്മുടെ തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 80ാം വാർഷികത്തോടനുബന്ധിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അടുത്ത സൗഹൃദം ആഘോഷിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗിന്റെ ഇന്ത്യക്ക് ആശംസകൾ നേർന്നിട്ടുള്ള മറുപടിയായാണ് പ്രധാനമന്ത്രി മോദി ഈ പരാമർശം നടത്തിയത്. 80ാം സ്വാതന്ത്ര്യ ദിനത്തിൽ ഇസ്രായേൽ രാജ്യത്തിന്റെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഇന്ത്യയിലെ അത്ഭുതകരമായ ജനങ്ങൾ എന്നിവയെ ഞാൻ ഊഷ്മളമായി അഭിനന്ദിക്കുന്നെന്നും ഹെർസോഗ് എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞു. ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള മനോഹരമായ സൗഹൃദം നമുക്ക് തുടർന്നും ശക്തിപ്പെടുത്താം. തുടർന്ന് ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യ ദിനത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ശനിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആശംസകൾ നേർന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തെ അതിരുകളില്ലാത്തതെന്ന് വിശേഷിപ്പിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് എക്സിൽ പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റിൽ രണ്ട് പുരാതന രാഷ്ട്രങ്ങളും തങ്ങളുടെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിതം നൽകുന്നതിനായി ഒരുമിച്ച് ഭാവി പിടിച്ചെടുക്കുന്നുവെന്ന് നെതന്യാഹു പറഞ്ഞു. 80ാം സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യക്കും എന്റെ പ്രിയ സുഹൃത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അഭിനന്ദനങ്ങൾ. ഇന്ത്യയും ഇസ്രായേലും ഒരു വർഷത്തെ വ്യത്യാസത്തിൽ സ്വാതന്ത്ര്യം നേടി. നമ്മുടെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിതം നൽകുന്നതിനായി ഭാവിയെ ഒരുമിച്ച് കീഴടക്കുന്ന രണ്ട് പുരാതന രാഷ്ട്രങ്ങളാണ് നമ്മൾ. നമ്മുടെ നൂതന ആശയങ്ങളും സൗഹൃദവും അതിരുകളില്ലാത്തതാണ്. ഏറ്റവും മികച്ചത് ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ എന്നാണ് പോസ്റ്റ്. ഇന്ത്യ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചപ്പോൾ ഇസ്രായേലിന് പുറമെ ലോകമെമ്പാടും നിന്ന് ആശംസകൾ ഒഴുകിയെത്തി. ശനിയാഴ്ച എഴുതിയ ഒരു കത്തിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നു. സ്വതന്ത്രവുമായ ഇന്ത്യയിലേക്കുള്ള പാത എളുപ്പമായിരുന്നില്ലെന്നും എന്നാൽ ഇച്ഛാശക്തിയുടെയും വിശ്വാസത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും ശക്തിയിലൂടെ അതിന്റെ ഉദയം പ്രതീക്ഷ നിറഞ്ഞ ഒരു പുതിയ തുടക്കത്തിന് തുടക്കമിട്ടതായും അദ്ദേഹം ഓർപ്പിച്ചു. രാജ്യത്തിന്റെ ശ്രദ്ധേയമായ പുരോഗതിയെയും അന്താരാഷ്ട്ര രംഗത്ത് അതിന്റെ അധികാരത്തെയും പ്രശംസിച്ചുകൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അയച്ച സന്ദേശത്തിൽ നിങ്ങളുടെ രാജ്യം സാമ്പത്തിക, സാമൂഹിക, ശാസ്ത്ര, സാങ്കേതിക മേഖലകളിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിക്കുന്നു. കൂടാതെ അന്താരാഷ്ട്ര രംഗത്ത് ഗണ്യമായ അധികാരം അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞു. ഇന്ത്യയുമായുള്ള പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാനും ജനങ്ങൾ തമ്മിലുള്ള നിലനിൽക്കുന്ന സൗഹൃദം ശക്തിപ്പെടുത്താനുമുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു ആവർത്തിച്ച് വ്യക്തമാക്കി. ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യ ദിനത്തിന്റെ ചരിത്രപ്രധാനമായ വേളയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഊഷ്മളമായ ആശംസകൾ നേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ജ്യേഷ്ഠനെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോബ്ഗെ തന്റെ സൽസ്വഭാവ സന്ദേശത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദവും അടുത്ത ബന്ധവും തുടർന്നും അഭിവൃദ്ധി പ്രാപിക്കുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇന്ത്യ സ്വാതന്ത്ര്യദിനത്തിന്റെ 79ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് ഈ സന്ദേശങ്ങൾ വരുന്നത്. ലോകമെമ്പാടുമുള്ള നേതാക്കളും സർക്കാരുകളും ആഘോഷങ്ങളിൽ പങ്കുചേരുകയും ന്യൂഡൽഹിയുമായുള്ള ശക്തമായ പങ്കാളിത്തത്തിനുള്ള പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലിന്റെ വിശാലതയും സൗഹൃദം, സഹകരണം, സമാധാനപരവും സമൃദ്ധവുമായ ഒരു മേഖല എന്നിവയ്ക്ക് നൽകുന്ന ഊന്നലും ഈ ആശംസകൾ അടിവരയിടുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.